ജിഷിൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടേക്കുവാണ്. ആ ഒരു വീഡിയോയിൽ എല്ലാ വീട്ടമ്മമാരുടെ അടുത്ത് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്താണ് സംഭവം എന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ജിഷിൻ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം, കുറേയധികം പേര് പറയുന്നുണ്ട് വീട്ടമ്മമാർ വോട്ട് ചെയ്തിട്ടൊക്കെയാണ് ജയിച്ചതെന്നുള്ളൊരു കാര്യം. പക്ഷേ വീട്ടമ്മമാർക്കൊന്നും വോട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും അറിയത്തില്ല. ഇതൊക്കെ PR-ൻ്റെ കുറച്ച് കാര്യങ്ങളാണ്, അവരാണ് നടത്തുന്നത്. അല്ലാതെ എങ്ങനെയാണ് വീട്ടമ്മമാർക്ക് ഇത് കണക്ക് ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യാനൊക്കെ അറിയുക എന്നുള്ള രീതിയിൽ ഒരു പരാമർശം ജിഷിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് ഇപ്പോൾ ഉള്ള പണ്ടത്തെ കണക്കല്ല, ഇപ്പോൾ എല്ലാവർക്കും ഫോൺ യൂസ് ചെയ്യാൻ, ഇതൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ വോട്ട് ചെയ്യാനും എല്ലാം അറിയാം. ജിഷിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിന് താഴെ തന്നെ കുറേയധികം വീട്ടമ്മമാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അനുമോക്കാണ് ചെയ്തത്, ഇങ്ങനത്തെ ഉള്ള രീതിയിൽ പൊട്ടത്തരമൊന്നും വിളിച്ച് പറയരുത്, എല്ലാവർക്കും ഇപ്പം ഒരുവിധം ഫോണൊക്കെ ഉപയോഗിക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനാണ് ഇപ്പം ജിഷിൻ മാപ്പ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല എന്നുള്ള രീതിയിലും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറഞ്ഞ് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളൊരു കാര്യം ഇപ്പം ജിഷിൻ പറഞ്ഞുകൊണ്ടൊരു മാപ്പ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടേക്കുന്നത്.